സംഭവം. റോമിലുള്ള സന്യാസിനി സമൂഹം ഒരിക്കൽ തങ്ങളുടെ മഠത്തോടനുബന്ധിച്ച് ഒരു ദേവാലയവും അനാഥാലയവും പണികഴിപ്പിച്ചു. പണികളുടെ മേൽനോട്ടം നടത്തിയിരുന്ന വ്യക്തികളുടെ വഞ്ചന മൂലം സന്യാസ സമൂഹത്തിന് വളരെ ധനനഷ്ടം ഉണ്ടായി. ഉപവിപ്രവൃത്തിക്ക് വേണ്ടി നടത്തുന്ന ആ പ്രസ്ഥാനവും ദേവാലയവും പൂർത്തിയാക്കുവാൻ കഴിയാതെ അവർ ക്ലേശിച്ചു. ആ ദിവസങ്ങളിൽ 50-ലേറെ അനാഥ കുട്ടികളും ജോലിക്കാരും മഠത്തിൻ്റെ വരാന്തയിലും മറ്റും കിടന്നാണ് നിദ്രപോക്കിയത്. തങ്ങളുടെ സംരംഭം മുഴുമിപ്പിക്കുവാൻ യാതൊരു നിർവാഹവും കാണാതെ വിഷമത്തിലായ സന്യാസിനികൾ മാർ യൗസേപ്പിൽ അഭയം പ്രാപിച്ചു. അവർ യൗസേപ്പ് പിതാവിൻ്റെ നവനാൾ ആരംഭിച്ചു. ആരും തുണയില്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സന്യാസിനികൾ പ്രാർത്ഥിച്ചു. നവനാൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ പ്രാർത്ഥന ഫലമണിഞ്ഞു. പട്ടണത്തിൽ ആസ്പത്രിയിൽ സമ്പന്നയായ ഒരു രോഗിണി ഉണ്ടായിരുന്നു. അവർ ആളെ അയച്ച് മഠാധിപതിയെ വരുത്തി അവരെ കൂടി അനാഥാലയത്തിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ദരിദ്രരെ മാത്രമേ തങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഠാധിപ അവരെ അറിയിച്ചു. എന്നാൽ ഭഗ്നാശയായി തനിക്ക് വേണ്ടി മാർ യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് സന്യാസിനി സമൂഹത്തിനു വേണ്ടി ഒരു വലിയ തുക സംഭാവന ചെയ്തു. മുടങ്ങിക്കിടന്ന അനാഥാലയവും ദേവാലയവും പണി തീർക്കുവാൻ ആ സംഭാവന മൂലം സന്യാസിനിമാർക്ക് സാധിച്ചു. തങ്ങളുടെ ആവശ്യ നേരത്ത് സഹായം അരുളിയ മാർ യൗസേപ്പ് പിതാവിനെ അവർ സ്തുതിച്ചു.